ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേകമായ പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. റോമാലേഖനത്തിൽ നിന്നുള്ള 110ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. റോമാലേഖനം പുതിയ വിശ്വാസിയെ സംബന്ധിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന സത്യങ്ങൾ. റോമാലേഖനത്തിൻ്റെ പ്രമേയം വിശ്വാസത്താലുള്ള നീതീകരണം. മിക്ക ക്ലാസ്സുകളിലും ഇത് ആവർത്തിക്കുന്നത് ബോധ്യപ്പെടണം. ബൈബിൾ ഓരോ പുസ്തകങ്ങൾക്കൊരു പ്രമേയമുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക. റോമാലേഖനത്തിലെ അഥവാ ബൈബിളിലെ തന്നെ ഏറ്റവും വിവാദപരമായ, ബുദ്ധിമുട്ടുള്ള, കഠിനമായൊരു വേദഭാഗമാണ് റോമാലേഖനം 5-ാം അധ്യായം 12 മുതൽ 21 വരെ. നീതീകരണം എന്ന വിഷയം അവതരിപ്പിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്തുകൊണ്ട് നീതീകരണം ആവശ്യമായി വന്നു, നീതീകരണത്തിൻ്റെ ആവശ്യമെന്ത്, ഈ പ്രയാസം എങ്ങനെ മനുഷ്യകുലത്തിന് സംഭവിച്ചു. ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദാം, ലോകത്തിലേക്ക് പാപവും മരണം കൊണ്ടുപോകാൻ കാരണമായി തീർന്ന വ്യക്തി. മറുവശത്ത് മറ്റൊരാദാം, ഒടുക്കത്താദാം അഥവാ 2-ാം ആദാം എന്നറിയപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന ലോകരക്ഷകൻ. ആദാമിലൂടെ സംഭവിച്ച മഹാവിപത്തുകൾ, നഷ്ടം ക്രിസ്തുവിൽ നികത്തപ്പെടുന്നു. ഇതാണ് ലളിതമായി പറഞ്ഞാൽ ഈ വേദഭാഗത്തിലെ അടിസ്ഥാന സത്യം. ആദാമിൽ നഷ്ടപ്പെട്ടത് ക്രിസ്തുവിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇവർ തമ്മിൽ ചില താരതമ്യങ്ങളുണ്ട്. പക്ഷേ താരതമ്യങ്ങളെക്കാളും വലുതായിട്ട് വൈരുദ്ധ്യങ്ങളുണ്ട്. ആദാമിൽ സംഭവിച്ചതിനെ വെറും പരിഹരിക്കുക മാത്രമല്ല, അതിലധികമായി ആദാമിൽ സംഭവിച്ചതിലും അധികമായിട്ടാണ് ക്രിസ്തുവിലൂടെ പരിഹരിക്കപ്പെട്ടത്. ഇതാണ് വിഷയം. നാം ഇപ്പോൾ 15 മുതലുള്ള വാക്യങ്ങളിലാണ്. കഠിനമേറിയ വേദഭാഗം, ബുദ്ധിമുട്ടുള്ള വേദഭാഗം, അതുകൊണ്ട് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട വേദഭാഗം. 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം: എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും. ഇപ്പം ലംഘനം, കൃപാവരം. ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഇവിടെ വൈരുദ്ധ്യം ആരംഭിക്കുകയാണ്. 15, 16, 17 വാക്യങ്ങൾ. ഇതുവരെ പറഞ്ഞ താരതമ്യം, ഇനി വൈരുദ്ധ്യം, വൈപരീത്യം എന്ന് വിളിക്കാം, വിരുദ്ധം. ഇപ്പം ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. എന്നിട്ട് അതിൻ്റെ വ്യത്യാസം കാണിച്ചിരുന്നു. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഇതാണ് 15-ാം വാക്യം. അപ്പം നാം വാസ്തവത്തിൽ ആദ്യം പ്രതീക്ഷിക്കും ആദാമും ക്രിസ്തുവും തമ്മിലുള്ള താരതമ്യം, അവർ തമ്മിലുള്ള തുലനം ആയിരിക്കും ആദ്യം പൗലോസ് അവതരിപ്പിക്കാൻ പോകുന്നത്. പൗലോസ് ആദ്യം അതല്ല അവതരിപ്പിക്കുന്നത്. എപ്രകാരമാണ് ഈ രണ്ടുപേർ തമ്മിൽ, രണ്ടുപേരുടെ കർത്തവ്യങ്ങൾ, രണ്ടുപേരുടെ ഉത്തരവാദിത്തങ്ങൾ, രണ്ടുപേരുടെ ശുശ്രൂഷകൾ തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരുടേതായ പ്രവൃത്തികൾ തമ്മിലുള്ള വ്യത്യാസം, അതാണ് ആദ്യമായിട്ട് പൗലോസ് അവതരിപ്പിച്ചത്. ഈ 3 വേദഭാഗങ്ങൾ വായിച്ച് നമുക്കത് കാണാൻ സാധിക്കും. 3 വാക്യങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ ഒരുപക്ഷെ മനസ്സിൽ ചിന്തയിൽ നിൽക്കില്ല എന്നുള്ളതാണ് ഒരു വാക്യം മാത്രം വായിച്ചത്. 15-ാം വാക്യം. പൗലോസ് ഇവിടെ പലപ്പോഴും ഈ 3 വാക്യങ്ങളിൽ ഒരുപോലെയല്ല, അതിലും എത്രയധികം എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വൈരുദ്ധ്യത്തെ കൂടുതൽ ഊന്നി പറയുന്നുണ്ട്. നമ്മൾ വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. 15-ാം വാക്യത്തിൽ തന്നെ ഒന്നുകൂടെ വായിക്കാം: എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. വൈരുദ്ധ്യത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്കാണ്. കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ ക്രിസ്തു യേശുവിൻ്റെ കൃപയുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം. അത് മറ്റൊരു വാക്ക്. ഒരുപോലെയല്ല, ഏറ്റവും അധികം. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ക്രിസ്തുവിലൂടെയുള്ള നൽകപ്പെട്ട ശുശ്രൂഷയിലൂടെ ലഭിച്ച അനുഗ്രഹം ഏറ്റവും അധികമാണ്. വെറുതെ ആദാം ചെയ്ത പാപത്തെ മാത്രം അങ്ങ് മാറ്റി പരിഹരിച്ച് തീർക്കുകയല്ല, അതിലധികം കടന്നു വന്നു ക്രിസ്തുവിലൂടെ. അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ഇവർ തമ്മിലുള്ള ആ വൈരുദ്ധ്യത്തെ നമുക്കിത് പരിശോധിക്കാം. അപ്പം രണ്ടുപേരുടെയും പ്രവർത്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യം. ആദ്യം പ്രവർത്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യം. അപ്പം ഇവിടെ വൈരുദ്ധ്യം അവതരിപ്പിക്കുമ്പോൾ ആദ്യം പ്രവൃത്തിയിലുള്ള വൈരുദ്ധ്യം. ആദാം ചെയ്തതും ക്രിസ്തു ചെയ്തതും. ആദാമിൻ്റെ പാപം, ക്രിസ്തുവിൻ്റെ ത്യാഗം. ആദാം ഒരു പാപം ചെയ്തു, ലംഘനം. ക്രിസ്തുവിൻ്റെ ത്യാഗം. ആദാമിൻ്റെ കർമ്മം സ്വന്തം ഇഷ്ടപ്രകാരമുള്ളതായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം സ്വയത്തിൽ ഊന്നൽ കൊടുത്തുള്ളതായിരുന്നു. കർത്താവ് യേശുവിൻ്റേത് സ്വയം മറന്ന് തന്നെ ശൂന്യമാക്കിക്കൊണ്ടുള്ളതാണ്. ഇവിടെ 15-ാം വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയാണ്: എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. കൃപാവരം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കൃപ എന്ന വാക്കിന് ഉപയോഗിക്കുന്നത് അതേ യവന വാക്കാണ്. സമ്പന്നമായൊരു വാക്കാണ് കൃപാവരം എന്ന വാക്ക്.
ഇപ്പോൾ ഒരു വരം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദാനമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് സ്വീകരിക്കുന്ന വ്യക്തി ഗുണഭോക്താവ് ഒരിക്കലും അതിന് അർഹതയുള്ളതല്ല. അർഹതയുള്ളതാണ് കിട്ടിയെങ്കിൽ അതൊരു കൂലി എന്ന് വിളിക്കും. അർഹതയില്ലാത്ത കിട്ടുന്നതിനെയാണ് കൃപ അല്ലെങ്കിൽ ദാനം എന്ന് പറയുന്നത്. ഇത് കൃപാദാനമാണ് ക്രിസ്തുവിലൂടെ നൽകിയത്. ഇപ്പോൾ പൗലോസിൻ്റെ ഊന്നൽ വ്യക്തമാണ്. ദൈവം നമുക്ക് നൽകി തന്ന ഏറ്റവും വലിയ ദാനം അത് ക്രൂസിൽ കേന്ദ്രീകൃതമാണ്. കാൽവരി ക്രൂസിൽ ഉറച്ചു നിൽക്കുന്ന ഊന്നൽ കൊടുക്കുകയാണ്. അതാണ് ദൈവം നൽകി തന്ന ഏറ്റവും വലിയ ദാനം. അത് ആദാമിൻ്റെ ലംഘനം പോലെയല്ല. ആദാമിൻ്റെ ലംഘനത്തിൽ നിന്ന് എത്രത്തോളം ഉന്നതമാണ്, എത്രത്തോളം പരിശുദ്ധവും ശ്രേഷ്ഠവുമാണ് ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ ദാനം എന്ന് കാണിച്ചു തരികയാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്ന ദാനം അത് ആദാം ചെയ്ത ലംഘനത്തെ പരിഹരിക്കുക മാത്രമല്ല, അതിലും അപ്പുറം വലുതാണ് എന്ന് പറയുകയാണ്. ആദാം ചെയ്ത തെറ്റിൻ്റെ ലംഘനത്തിൻ്റെ വിഷയം തുടച്ചു മാറ്റുക എന്നുള്ളതല്ല, അതിലും അധികം നന്മ കൊണ്ടുവരുന്നതാണ് ക്രിസ്തുവിൻ്റെ യാഗം. എന്നിട്ട് പോലും അവതരിപ്പിക്കുന്നത് മറ്റൊരു ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അവതരിപ്പിക്കുക. ഒരു ഉദാഹരണം പറയും. ആദാമിൻ്റെ പാപനിമിത്തം അനേകർ എന്ത് ചെയ്തു? ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. 15 വാക്യത്തിൻ്റെ പകുതി. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. അനേകർ എന്നൊരു വലിയ സംഖ്യ. അത് വലിയ സംഖ്യ തന്നെ എല്ലാവരും എന്നർത്ഥം തന്നെയാണ് 18 വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. 18 വാക്യത്തിൽ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും, അത് തന്നെയാണ് അനേകർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സകല മനുഷ്യർക്കും. അപ്പം ആദാമിൻ്റെ പാപം, ആദാമിൻ്റെ ലംഘനം സകല മനുഷ്യരും ഭൗതിക മരണത്തിന് ഇടവരുത്തി. ഭൗതിക മരണം ലോകത്തിലേക്ക് കൊണ്ടുവന്നത് ആദാമാണ്. മരണമെന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. സകല മനുഷ്യരും മരിക്കുന്ന അവസ്ഥയെത്തി. എന്നാൽ പാപത്തിൻ്റെ ശമ്പളമായി മരണം വന്നു. പക്ഷേ അത് ആദാം കൊണ്ടുവന്നെങ്കിൽ മറുവശത്ത് എന്താണ്? വീണ്ടും 15 വാക്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ മറുവശത്ത് ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം. ഏക മനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ മനുഷ്യൻ യേശു, ഏക മനുഷ്യൻ്റെ കൃപയാലുള്ള ദാനം, കൂടാതെ ദൈവകൃപ, അതിൻ്റെ ദാനം അനുഗ്രഹം എന്തായി മാറി? ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആദാം ചെയ്ത് വരുത്തിവെച്ചതായ വലിയ പിഴവ്, വലിയ തിന്മ, വലിയ ദോഷം, അത് പ്രതിക്രിയ ചെയ്ത് ക്രിസ്തുവേശുവിലുള്ള ദൈവം പരിഹരിക്കുകയാണ്. പക്ഷെ അതിലും അപ്പുറം ചെയ്യുകയാണ്. പ്രതിക്രിയ ചെയ്ത് ആദാമിലൂടെ വരുത്തിയതായ കേട് പരിഹരിക്കുക മാത്രമല്ല, അതിലപ്പുറം ചെയ്തു. അതാണ് ക്രിസ്തുവിൻ്റെ ശബ്ദത്തിൽ കല്ലറകളിലുള്ള എല്ലാവരും എഴുന്നേൽക്കും എന്ന് പറഞ്ഞൊരു വിഷയം. അത് ക്രിസ്തുവിലൂടെ വന്ന അധികം നന്മകളിൽപ്പെട്ട ഒന്നാണ്. ഇതെങ്കിലും ആശ്ചര്യപ്പെടരുത്, കല്ലറകളുള്ള എല്ലാവരും എൻ്റെ ശബ്ദം കേട്ട്. ക്രിസ്തു പറഞ്ഞു, നന്മ ചെയ്തവർ നിത്യജീവനായും തിന്മ ചെയ്തവർ നിത്യദണ്ഡനത്തിനായും ഉയർത്തെഴുന്നേൽക്കുന്ന നാഴിക വരുന്നു. യോഹന്നാൻ 5:28-29. കൂടാതെ ദൈവത്തിൻ്റെ ദാനം അധികമായിട്ട്, ഏറ്റവും അധികമായി മനുഷ്യർക്ക് ലഭിക്കുകയാണ്. ഏതർത്ഥത്തിലാണ്? അപ്പോൾ ദൈവം കർത്താവ് യേശുവിലൂടെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുക മാത്രമല്ല, അവർക്കൊരു ആത്മിക ശരീരം കൂടി കൊടുക്കും. ഇവിടെ ജീവിക്കാനല്ല. 1 കൊരിന്ത്യർ 15:44 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമായി പറയും. 1 കൊരിന്ത്യർ 15 അതിൻ്റെ 44 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മിക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മിക ശരീരവും ഉണ്ട്. ഒരു ആത്മിക ശരീരം നമുക്ക് നൽകപ്പെടുകയാണ്. ക്രിസ്തുവിലൂടെ നൽകി തന്ന മറ്റൊരു അനുഗ്രഹമാണ്. മാത്രമല്ല, നീതിമാന്മാരായിട്ടുള്ളവർ മത്തായിയുടെ സുവിശേഷം 19 വാക്യപ്രകാരം നിത്യജീവൻ്റെ അവകാശികളാകും. മത്തായി 19:29. എൻ്റെ നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവൻ എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. നിത്യജീവൻ മറ്റപ്പോൾ അധികമായി ലഭിച്ച നന്മകളാണ് നിത്യജീവൻ. അതിലുമപ്പുറം പിന്നെയുമുണ്ട് ഒരു പർദീസ. ആദാം ഭൂമിയിൽ ജീവിച്ച പർദീസ എന്ന തോട്ടമല്ല, അതിലും നല്ല, അതിലും ശ്രേഷ്ഠമായ, അതിലും പരിശുദ്ധമായ മറ്റൊരു പാർപ്പിടം, വാസസ്ഥലം മനുഷ്യർക്ക് ഒരുക്കി കൊടുത്തു ക്രിസ്തുവിലൂടെ. അപ്പോൾ ലോകത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ നിൽക്കുന്നത് എത്രയധികം എന്ന വാക്കിൻ്റെ അകത്താണ്. ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടത് ആദാമിലൂടെ നഷ്ടപ്പെട്ട കടം വീട്ടുക മാത്രമല്ല, അതിലപ്പുറം പരിഹരിക്കപ്പെടുകയാണ്. അത് ചിന്തിച്ച് നോക്കുക. ഇതെല്ലാം കൃപാദാനമാണ്. ദൈവത്തിൻ്റെ മേലെ യാതൊരു നിർബന്ധവുമില്ല. ഇത്രമാത്രം അനുഗ്രഹം നമ്മൾക്ക് നൽകുവാനായിട്ട് ദൈവത്തിൻ്റെ മേലെ യാതൊരു നിർബന്ധമില്ല. ആദാം ചെയ്തത് പരിഹരിക്കാൻ ദൈവത്തിൻ്റെ മേലെ യാതൊരു നിർബന്ധവുമില്ല. എങ്കിൽ പൗലോസ് പറഞ്ഞത് ദൈവകൃപ, ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനം, അതാണ് ഏറ്റവും വലുത്. കൃപ, കാരീസ് എന്ന യവനവാക്ക് പൗലോസ് വിവിധ യവനവാക്കുകളോട് ഉപയോഗിക്കും. ഡോറിയ എന്ന വാക്ക് ഉപയോഗിക്കും.
കാരണം പൗലോസ് വ്യക്തമായി മനുഷ്യർ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാന സത്യം എന്താണത്? ദൈവം നമുക്കിട്ട് ചെയ്തതെല്ലാം ദാനമാണ്, ദൈവകൃപയുടെ പ്രകടനമാണ്, നമുക്ക് അർഹതയുള്ളതല്ല. ദൈവം നമുക്കിട്ട് ചെയ്തതെല്ലാം ദാനമാണ്, ദൈവകൃപയുടെ പ്രതിഫലനമാണ്. അപ്പോൾ ഇവരുടെ പ്രവൃത്തികൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടു. ഇനി ഇവരുടെ പ്രവൃത്തികളുടെ വ്യാപ്തിയിൽ വ്യത്യാസമുണ്ട്. ഇവിടെ പ്രവൃത്തിയിൽ മാത്രമല്ല, ഇവിടെ പ്രവൃത്തികളുടെ വ്യാപ്തിയിൽ, വ്യാപനത്തിലും വ്യത്യാസമുണ്ട്. ഇവിടെ 16-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, 15 നമ്മൾ വായിച്ച്, ഒന്നുകൂടെ വായിക്കട്ടെ 15. എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏകമനുഷ്യനായ യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. 16-ാം വാക്യം, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലം. മറ്റൊരു വിഷയം അവതരിപ്പിക്കുകയാണ് ഇവർ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ. ഏകൻ പാപം ചെയ്യുന്ന ഫലം, അതാണ് എൻ്റെ വ്യാപ്തി. ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. വീണ്ടും ഒരുപോലെയല്ലാത്ത മറ്റൊരു വിഷയം, ഏകൻ്റെ പാപത്തിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു, കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതിവിധിക്ക് ഹേതുവായി തീർന്നു. രണ്ട് പ്രവർത്തികളുടെ വ്യാപ്തി നോക്കുക, അതിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ 16-ാം വാക്യത്തിൽ ഒരു വൈരുദ്ധ്യം അവതരിപ്പിക്കുകയാണ്. ഈ ആദാം ചെയ്ത പ്രവൃത്തിയുടെയും ക്രിസ്തു ചെയ്ത പ്രവൃത്തിയുടെയും വൈരുദ്ധ്യം. അപ്പം ദാനം, ക്രിസ്തുവിൻ്റെ ദാനമെന്ന് പറയുന്നത് വെറുതെ ആദാം ചെയ്തതായ പ്രശ്നപരിഹാരം മാത്രമല്ല. ഇപ്പോൾ 16-ാം വാക്യം വ്യക്തമായി പറയുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ദാനം, ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ ദാനം ഏറ്റവും അധികമാണ്. ആദാം ചെയ്ത പാപത്തെ പരിഹരിക്കുക മാത്രമല്ല, ഏറ്റവും അധികമായി പ്രവർത്തിക്കുകയാണ്. വെറും പ്രതിക്രിയ ചെയ്യുക മാത്രമല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ആദാമിനെക്കുറിച്ച് ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിക്കാൻ, ശിക്ഷാവിധി കൊണ്ടുവരുവാൻ ഹേതുവായി തീർന്നു. ഇവിടെ കോടതി ഭാഷയാണ്. പൗലോസ് എപ്പോഴും റോമലേഖനത്തിൽ ഉപയോഗിക്കുന്നത് കോടതി ഭാഷയാണ്. ശിക്ഷാവിധി, ന്യായവിധി, അത് കൃമ എന്ന യവന വാക്കാണ്. അതൊരു വിധിയാണ്. മനുഷ്യർ ചെയ്തു കൂട്ടിയ പാപത്തിന് ദൈവം നൽകിയ വിധി പ്രസ്താവനയാണ്. അതാണ് ശിക്ഷാവിധി. മനുഷ്യരുടെ പാപത്തിൻ്റെ പകരം ശിക്ഷാവിധി, അത് വിധി പ്രസ്താവനയാണ്. ഇവിടെ യവന വാക്ക് ശിക്ഷാവിധി എന്നുള്ളതിന് കാറ്റാക്രമ എന്നുള്ളതാണ്. അത് കാണിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ മേൽ വന്ന സകലവിധമായ ദുരന്തത്തെക്കുറിച്ചാണ്. ഏകൻ്റെ ലംഘനത്തെ, അതിൽ പ്രത്യേകിച്ച് ഭൗതിക മരണം. ഏകൻ്റെ ലംഘനത്തെ 16-ാം വാക്യം, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യം ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ഭൗതിക മരണം, ആദാമിൻ്റെ പാപം കൊണ്ടുവന്ന ആദ്യത്തെ അവസ്ഥ, ശാരീരിക മരണം കടന്നു വന്നു ഭൂമിയിലേക്ക്. കാരണം പാപത്തെ കൈപിടിച്ച് കയറ്റിയത് ആദാമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം. ആദാവും ഹവ്വയും മാത്രമല്ല ആ ശിക്ഷ അനുഭവിച്ചത്, മരണം സകല മനുഷ്യരിലും. ഭൂമി ജീവിക്കുന്ന സകല മനുഷ്യരും മരണമെന്ന വിപത്തിലേക്ക് തുറക്കപ്പെട്ടു. അപ്പോൾ ഏകൻ്റെ ലംഘനത്തിൻ്റെ ഫലം കണ്ടു, മരണം കൊണ്ടുവന്നു, സകല മനുഷ്യരും പരന്നു, അനേകർ മരിച്ചു. ഇന്നിവിടെ കാണാം, അനേകർ മരിച്ചു. പാപം ചെയ്തതിൻ്റെ ഫലം അനേകർക്ക് മരണമായിരുന്നു. പക്ഷെ മറുവശത്ത് പൗലോസ് പറയുന്നത് കൃപാവരം. അപ്പം കൃപാവരത്തിൻ്റെ കാര്യം എന്താണ്? കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി. കൃപാദാനം, ദൈവകൃപയും കർത്താവ് യേശുക്രിസ്തു എന്ന ഏക മനുഷ്യൻ്റെ കൃപയാലുള്ള ദാനവും കൊണ്ടുവന്നത് എന്താണ്? അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് കാരണമായി. ഒന്ന് ചിന്തിക്കുക, അനേക ലംഘനങ്ങളെ മോചിക്കുക. അപ്പം നമ്മളുകൊണ്ട് ഒരു പാപം, ഏക മനുഷ്യനായ ആദാമിൻ്റെ ഒരു പാപം കൊണ്ടുവന്ന ഭയാനകമായ അവസ്ഥ ഭൗതിക മരണം, സകല മനുഷ്യരെ ബാധിക്കുന്ന ഭൗതിക മരണം. പക്ഷെ ആ ഏക മനുഷ്യനായ ആദാം പാപം ചെയ്തതിന് ശേഷം ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ അനന്തരഫലം എന്താണ്? ഒരു പാപം ഇത്ര വലിയ ഭവിഷ്യത്ത് കൊണ്ടുവന്നെങ്കിൽ, ഭൂമി ശപിക്കുന്നതിനിടയാക്കി മ്ലേച്ഛകരമായ കാര്യങ്ങൾ സംഭവിച്ചു, ഭൗതിക മരണം കടന്നു വന്നു. ഒരു പാപം ഇത്ര വലിയ ഭവിഷ്യത്ത് കൊണ്ടുവന്നുവെങ്കിൽ അനേക ലംഘനങ്ങൾ, ഈ പാപത്തിൻ്റെയൊക്കെ ശിക്ഷ എത്ര വലുതാണ്, ഈ പാപം വരുത്തുന്ന കടം എത്ര വലുതാണ്, ഈ പാപം വരുത്തുന്ന ഭവിഷ്യത്ത് എത്ര വലുതാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഒരു 50 വർഷം ജീവിക്കുന്ന, അതായത് പ്രായപൂർത്തിയായതിനു ശേഷം 50 വർഷം ജീവിക്കുന്ന ഒരു മനുഷ്യൻ എത്ര പാപമാണ് ചെയ്യുന്നത്? ഒരു മനുഷ്യൻ
ഇപ്പോൾ ഭൂമിയിൽ 750 കോടി ജനങ്ങളുണ്ടെന്ന് പറയും. 750 കോടി ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ തുക എത്രയാണ്? ഇതുവരെ ഭൂമിയിൽ ജീവിച്ച മനുഷ്യരുടെ പാപങ്ങളുടെ വലിപ്പം എത്രയാണ്? ഇതെല്ലാം പരിഹരിക്കാൻ ക്രിസ്തുവിൻ്റെ യാഗം മതിയായതാണോ? എല്ലാം പരിഹരിക്കാൻ, ആ വലിയ പാപത്തിൻ്റെ കടം വീട്ടാൻ ക്രിസ്തുവിൻ്റെ യാഗം മതിയായതാണോ? ഇതാണ് ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ വായിച്ച് അവസാനിപ്പിക്കട്ടെ. 16-ാം വാക്യം, ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലം ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകൻ്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. ഏകൻ്റെ പാപം എന്തിനു വിധിക്കാൻ? ശിക്ഷാവിധിയാണ് കൊണ്ടുവന്ന് ഏകൻ്റെ പാപം. ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതു, കാരണമായി തീർന്നു. മറുവശത്ത് കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധി, മറ്റൊരു വിധി, നീതീകരണം. നമ്മുടെ വിഷയം അത് തന്നെയാണ്. നീതീകരണ വിധിക്ക് കാരണമായി ഒരു വ്യക്തിയുടെ ദാനം, ഒരു വ്യക്തിയുടെ ത്യാഗം. അപ്പോൾ അത് എത്ര വലിയ വിശുദ്ധമാണ്, എത്ര വലിയ സമ്പന്നമാണ്, എത്ര ശക്തമാണ്, എത്ര പ്രാപ്തിയുള്ളതാണ്. അതാണ് നമ്മുടെ കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ യാഗം. ക്രൂശിലെ യാഗം, അതിൽ പരിഹരിക്കാൻ കഴിയാത്ത വിഷയമില്ല. ഒരു മനുഷ്യൻ കൊണ്ടുവന്ന ഭവിഷ്യത്ത് ഇത്ര വലുതാണ്, അതിനേക്കാൾ എത്രയധികം. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ കാണുക. വെറുതെ ആദാം ചെയ്ത പാപത്തിന് പ്രതിക്രിയ ചെയ്ത് അത്രയും മാത്രം. ഇപ്പം 100 രൂപ കടം വാങ്ങിച്ചു, 100 രൂപ തിരിച്ചു കൊടുത്ത് കടം വീട്ടി, അല്ലെങ്കിൽ 1 രൂപ 2 രൂപ പലിശയും കൊടുത്ത് തീർത്തു. അത്രയല്ല ക്രിസ്തു ചെയ്തത്. എത്രയധികം വൈരുദ്ധ്യം. അപ്പോൾ ഏകൻ്റെ പാപത്തിൻ്റെ ഫലവും കൃപാദാനത്തിൻ്റെ ഫലവും തമ്മിലുള്ള വ്യത്യാസം എത്ര വലുതാണ്, എത്ര വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസം തുടരാം. ദൈവം ക്രിസ്തുവിലൂടെ നൽകിയ യാഗം, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ കൃപയാലുള്ള ദാനം, ആദാം ചെയ്ത സകല പാപവും സകല മനുഷ്യരുടെയും അനേക ലംഘനങ്ങളും ഇന്നുവരെ ജീവിച്ച സകല മനുഷ്യരുടെയും ലംഘനങ്ങൾ പരിഹരിക്കാൻ, നീതീകരിക്കാൻ പ്രാപ്തമാണോ? മതിയായതാണോ? അതിനുള്ള ശക്തി ആ രക്തത്തിനുണ്ടോ? ഉത്തരവുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ്. ഇത് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിനെ സ്നേഹിക്കുക, അതുമാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. നിങ്ങളെ സഹായിക്കും. തുടരാം അടുത്ത പഠനത്തിൽ.